ഹായ് എവരിവൺ. കുറെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ നിന്നൊരു ക്രൈം ത്രില്ലർ സസ്പെൻസ് മൂവി കണ്ടിട്ട് അതിന്റെ ഒരു ട്വിസ്റ്റ് കണ്ടിട്ട് അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയ ഒരു മൂവി, പുതിയതായിട്ട് റിലീസായ ദൃഢം മൂവി കണ്ടു. ഷെയ്ൻ നിഗമാണ് മെയിൻ നായകനായിട്ട് വന്നേക്കുന്ന പടത്തിൽ. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു പടത്തിലെ ട്വിസ്റ്റ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് കണ്ടിട്ട് അതൊരു പ്രോപ്പർ ട്വിസ്റ്റ് ആണ് എന്ന് തോന്നിയ ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്ത ഒരു മൂവി. നല്ലൊരു മൂവി ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ഒരു ഈ പുള്ളി, അതായത് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷെയ്ൻ നിഗം ഒരു പുതിയതായിട്ട് പോലീസിൽ ചാർജ് എടുത്ത് ഒരു ഇടുക്കിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടി വരുന്നതാണ്. അപ്പൊ പുള്ളിക്കാരൻ അവിടെ വരുന്ന സീൻ കൊണ്ടാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പടത്തിൽ മെയിനായിട്ട് എനിക്ക് തുടക്കത്തിൽ ഇപ്പം ആ ഒരു പുള്ളിക്കാരൻ അങ്ങോട്ട് വരുന്ന സീനും അതിലെ കുറച്ച് ഡയലോഗൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇതെന്താണ് ഒരുമാതിരി ബാലെ സ്റ്റൈലിലുള്ള ഡയലോഗും കാര്യങ്ങളും, ഭയങ്കര എന്താ പറയുന്നത്, നമുക്കൊട്ടും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ലെവലിലാണല്ലോ പോകുന്നതെന്ന് തോന്നി. ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്കിനും ഏകദേശം ഓക്കെ, എന്തായിരുന്നു അത് എന്ന് ഒന്ന് കിട്ടി. അപ്പൊ പടം ഒരു വേറെ ലെവലിലാണ് പോയത്. സിമ്പിൾ ആയിട്ട് ഇപ്പം ഒരു ചെറിയൊരു ക്രൈം ത്രില്ലർ ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് ക്ലൈമാക്സിലോടൊക്കെ വരുമ്പോൾ ഒരു അടിപൊളി ട്വിസ്റ്റ് ഒക്കെ തരുന്ന നല്ലൊരു മൂവി ആയിരുന്നു. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ പടത്തിലെ ആക്ടിങ് വെച്ച് നോക്കുമ്പോൾ മെയിൻ ആക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഷെയ്ൻ നിഗം, അതുപോലെ ശോഭി തിലകൻ, അവരൊക്കെയാണ്. പടത്തിലെ എല്ലാവരുടെയും ആക്ടിങ് അടിപൊളിയായിരുന്നു. പിന്നെ കുറെ സപ്പോർട്ടിങ്, നമ്മൾ കണ്ട കുറെ സിനിമകളിൽ അടുത്തിടയിൽ കണ്ട കുറെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഈ മൂവിയിൽ കുറെ പേരെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയാണ്. പിന്നെ ഇതിനകത്ത് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പുതിയതായിട്ട് ചാർജ് എടുത്ത് വരുന്ന പോലീസ് ഓഫീസർ അവിടെ ആ സ്റ്റേഷനിൽ വന്ന് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ക്രൈംസ് ഉണ്ടാവുന്നു. അത് ഒരു പ്രശ്നം ഇല്ലാതിരുന്ന ഒരു സ്റ്റേഷനിൽ കുറച്ച് ക്രൈംസ് ഉണ്ടാവുന്നു. അത് പുള്ളി എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് ആ ഒരു സ്റ്റോറി. അപ്പം ഷെയ്ൻ നിഗം തുടക്കത്തില് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ആ ഒരു ഫീലാണ് പോലീസ് വേഷത്തിൽ പുള്ളിക്കാരനെ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ പുള്ളി വേറെ ലെവലിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. കാരണം ഇപ്പൊ പുള്ളി ആദ്യമായിട്ട് പോലീസിൽ ചേർന്ന ആ ഒരു സ്റ്റേഷനിലെ ചാർജ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ, എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ ആ ഒരു കാര്യങ്ങൾ, അതൊക്കെ കറക്റ്റ് ആയിട്ട് പുള്ളിയുടെ ആ ഒരു ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു മാനറിസംസ് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് നമുക്ക് മനസ്സിലാക്കാം. ആ ലെവലിലാണ് പുള്ളിയുടെ ആക്ടിങ് വന്നേക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ ഒരു അടിപൊളി ഫൈറ്റ് സീനും, അതില് പുള്ളിക്കാരന്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. നല്ല രീതിയിൽ കൊറിയോഗ്രാഫ് ചെയ്ത, അടുത്തിടയിൽ മലയാളത്തിൽ നല്ല രീതിയിൽ കൊറിയോഗ്രാഫ് ചെയ്ത ഒരു ഫൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു ക്ലൈമാക്സിലെ ഫൈറ്റ് സീന്. പിന്നെ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ക്ലൈമാക്സിലുണ്ട്. ഇപ്പം നമ്മുടെ ജിത്തു ജോസഫിന്റെ ലാസ്റ്റ് ഇറങ്ങിയ 2 മൂവികളിൽ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ, ഇപ്പം ഈ മൂവി പ്രസന്റ് ചെയ്തേക്കുന്നത് ജിത്തു ജോസഫാണ്. പക്ഷെ പുള്ളിക്കാരന്റെ ലാസ്റ്റ് ഇറങ്ങി ഇപ്പൊ വലതുവശത്തെ കള്ളന്, അതുപോലെ മിറാജിലൊക്കെ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ, ഇപ്പൊ മിറാജിലൊരു അത്യുഗ്രൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് ക്ലൈമാക്സിൽ ഒരു സാധനമൊക്കെ തന്നിട്ട് ആ പടം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ ഇന്റർവെല്ലിൽ ഞാൻ ആ പടത്തിൽ നിർത്തിയിട്ട് ഇറങ്ങി പോകുന്നതാണ്. എന്നാലും അത് OTT വന്നപ്പോൾ ഞാൻ അത് ക്ലൈമാക്സ് വരെ ഇരുന്ന് കണ്ടു. അത് ഓടിച്ചിട്ടാണ് കണ്ടത്. ആ ഒരു ക്ലൈമാക്സിലൊക്കെ തന്ന ഒരു ദുരന്തം പിടിച്ച ട്വിസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ ലെവലാണ്. അതായത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, സസ്പെൻസിൽ കൊണ്ട് എത്തിച്ചിട്ട് ക്ലൈമാക്സ് നമ്മൾ അതുപോലെ ട്വിസ്റ്റ് നമ്മളെ അതുപോലെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് പടം എൻഡ് ചെയ്തേക്കുന്നത്. സോ പടം ഡയറക്ട് ചെയ്തേക്കുന്നത് മാർട്ടിൻ ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. പുള്ളിക്കാരന്റെ ഡയറക്ടർ ആയിട്ടുള്ള ആദ്യത്തെ മൂവിയാണ്. പുള്ളിക്കാരൻ നമ്മുടെ ഇപ്പം ദൃശ്യം 2 തുണക്കുഴിയില്, ലെവൽ ക്രോസ്, അതുപോലെയുള്ള മൂവീസിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആ ലെവലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നല്ല രീതിയിൽ ആ ഒരു ഇമ്പാക്ട്, ജിത്തു ജോസഫിനോട് വർക്ക് ചെയ്തതിന്റെ ആ ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങളിൽ വർക്ക് ചെയ്ത ഒരു ഇമ്പാക്ട് നമുക്ക് ഇതിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്താണ് ജിത്തു ജോസഫിന്റെ മൂവീസിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്ത മൂവീസിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, ആ ഒരു ലെവല് എന്താ പറയുക, ക്വാളിഫൈ ചെയ്യുന്ന ഒരു മൂവി ആയിരുന്നു ഇത്. ഒട്ടും തന്നെ നമ്മൾ എന്താ പറയുന്നത്, ബോറടിപ്പിക്കുകയോ അങ്ങനെ ഒന്നും തോന്നിക്കാത്തൊരു പടമാണ്. നല്ലപോലെ എന്താ പറയുക, സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഷെയ്ൻ നിഗത്തിന്റെ പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ് ഈ മൂവിയിൽ. സോ പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇത് തിയേറ്ററിൽ കാണുക, പടത്തെ അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വർക്ക്സ്, നല്ല ഡയറക്ടേഴ്സ് മലയാളത്തിൽ ഇനി മൂവീസ് നല്ലപോലെ വരട്ടെ. സോ മൂവി റിലേറ്റഡ് കണ്ടന്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, and show some love in the form of likes and comments. Thank you.